ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ളോഗായിട്ട് എൻ്റെ വർക്കൗട്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവിടുന്ന് ഒരു 35 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ സർജറി സെൻറ്ററിലാണ് പോകുന്നത്. ഞാനിപ്പോൾ 4 സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽ. അപ്പം ഇന്ന് ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ തേഴ്സ്ഡേയ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ കൊച്ചു സർജറീസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ലൈക്ക് ഹെർണിയ, അല്ലെങ്കിൽ സിസ്റ്റ് റിമൂവൽ, പിന്നെ കാറ്ററാക്ട്, അങ്ങനത്തെ സർജറി. അപ്പോൾ തേഴ്സ്ഡേ നമ്മുടെ ഐയുടെ ഡേ ആണ്. അപ്പോൾ ഇന്ന് കാറ്ററാക്ട് സർജറിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് സർക്കുലേറ്റിംഗ് ഓപ്പറേറ്റിംഗ് റൂം നഴ്സിൻ്റെ ഒരു റോളും കൂടി ആയിട്ടാണ് പറയുന്നത്. നമ്മൾ തന്നെയാണ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം, എക്യുപ്മെൻറ്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, ഇവിടുത്തെ ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യണം, എന്തെങ്കിലും ഹ്യൂമിഡിറ്റി അങ്ങനത്തെ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കണം, സ്കെഡ്യൂളൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട്. ഇപ്പം ഞാൻ നേരത്തെ വന്ന കാരണം ഞാൻ അപ്പുറത്തെ ORൻ്റെയും കൂടെ സ്കെഡ്യൂൾ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നു. പിന്നെ സ്ക്രബ് ഇച്ചിരി ബിസി ആണെങ്കിൽ നമ്മൾ അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം സ്റ്റെറൈലായിട്ടുള്ള തിങ്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മളെപ്പോഴും സ്റ്റെറൈൽ തിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മാസ്ക് ഇട്ടിരിക്കണം. ഈ ORൻ്റെ അകത്ത് ആര് നിൽപ്പുണ്ടെങ്കിലും നമ്മൾ എല്ലാവരോടും പറയണം. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയണം, ഞാൻ ടേബിൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പോയിട്ട് മാസ്ക് ഇടുക എന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 2 പേരുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ടേബിൾ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഇൻസൈഡ് ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല, എല്ലാം സ്റ്റെറൈലാണ്. അതുപോലെ ഞാൻ തിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതും വളരെ സ്റ്റെറൈലായിട്ടാണ്, ഒന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേസസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ തന്നെ വീട്ടിലേക്ക് വീട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാൻ മടിയാവും. അതുകൊണ്ട് ഇവിടുന്ന് നേരെ ജിമ്മിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ജിമ്മ് നമ്മുടെ വീടിൻ്റെ ഒരു 3 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ജിമ്മിൽ കയറിയിട്ടങ്ങ് പോവുകയാണെങ്കിൽ നേരെ പിന്നെ വീട്ടിലോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ ദേവ എന്നോട് പറഞ്ഞായിരുന്നു ജോലി കഴിഞ്ഞ് ജിമ്മിൽ പോവുകയാണെങ്കിൽ അവിടെ എത്തുമ്പോൾ വിളിക്കാൻ. അപ്പം ഞാൻ എത്തിയപ്പോഴത്തേക്കിനും ഞാൻ ദേവിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വന്നെന്ന്. അപ്പോഴത്തേക്കിനും ദേവും വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ എത്ര തിരക്കാണെങ്കിലും നഴ്സസ് എസ്പെഷ്യലി ഭയങ്കര തിരക്കായിരിക്കും, നമ്മുടെ ഡിഫറെൻറ്റ് സ്കെഡ്യൂളും ഒക്കെ ആയിട്ട്. ഞാനും ഇപ്പം പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്ത കാരണം കുറച്ച് തിരക്കാണ്. എന്നാലും നമുക്ക് എസ്പെഷ്യലി നഴ്സസിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെങ്ത്ത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരെ അവരത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്ര സമയമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വന്നു. ഞങ്ങൾ 2 പേരും 2 വണ്ടിക്ക് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ വണ്ടിക്കും കയറി, ദേവ് എൻ്റെ ഫ്രണ്ടിൽ ദേവിൻ്റെ വണ്ടിക്കും പോയി കേട്ടോ. വീടടുത്തായതുകൊണ്ട് നമ്മൾ അവിടെ പോയി എൻ്റെ കാർ ഇട്ടിട്ട് ദേവിൻ്റെ വണ്ടിക്ക് കയറിയിട്ട് നമ്മൾ ഓർത്തു പുറത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് ടേക്ക് ഔട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ പോയി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് TV ഒക്കെ കണ്ടിരുന്ന് കഴിച്ചു. അത്രയേ ഉള്ളൂ. ടാറ്റാ.